ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേർക്ക് ഒരു ഡൗട്ടുണ്ട്, നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് അതൊന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളല്ല, നമ്മൾ കൂടുതലും പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളാണ്. അപ്പോൾ ആ പച്ചക്കറികൾ എങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഞാൻ വാങ്ങിയ പച്ചക്കറികൾ കുറച്ച് ചീര വാങ്ങിച്ചു, പിന്നെ കുറച്ച് പാവയ്ക്ക വാങ്ങിച്ചു. കുറച്ച് പാവയ്ക്ക വാങ്ങിച്ചു. പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങി, ക്യാരറ്റ് വാങ്ങി. മധുരക്കിഴങ്ങൊന്നും കഴുകി വെക്കണ്ട കേട്ടോ. ക്യാരറ്റ് വാങ്ങി. പിന്നെ ഇത് മൂന്നുമാണ് ഇന്ന് ഞാൻ വാങ്ങിയ പച്ചക്കറി. ഇതിലെ കൂടെ പച്ചക്കറി വണ്ടി പോയപ്പം പച്ചക്കറിക്കാരനോട് വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ പാവയ്ക്കായും ക്യാരറ്റും ചീരയുമാണ് ഇന്ന് ഞാൻ വാങ്ങിച്ചത്. കൂടുതൽ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഒരുപാട് പിന്നെ ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ടുന്നത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിന്ന് എങ്ങനെയാണിത് കഴുകുന്നതെന്നൊക്കെ ആദ്യം നമ്മൾ ഒരു ബേസിനില്ലാത്തതിലോട്ട് ഇങ്ങനെ വെള്ളം എടുക്കണം. വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പ് വെള്ളത്തിലോട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം വിനാഗിരിയാണ്. ഇത് ആപ്പിൾ സൈഡർ വിനാഗിരിയാണ്. അമേരിക്കൻ ഗാർഡൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വിനാഗിരിയാണ്. അതിൽ ഒരു അടപ്പിലോട്ട് ഒഴിച്ചിട്ട് ഒരടപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സോഡാക്കാരമാണ്. വിവേക് ഫീൽഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബേക്കിംഗ് സോഡയാണ്. ഈ സോഡാക്കാരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇത്തിരി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് പതപ്പിച്ചെടുത്തിട്ട് ഈ ചീരയും ക്യാരറ്റും ഈ പാവയ്ക്കയും കൂടെ അതിനകത്തിലോട്ട് മുക്കി വെക്കാം. മുക്കി ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യണം, നന്നായിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇതിനകത്തിലെ വിഷാംശങ്ങളെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴത്തേന് ഇതിനകത്തിലെ വിഷാംശമെല്ലാം മാറും. കാരണം ഉപ്പും ബേക്കിംഗ് സോഡയും വിനാഗിരിയുമാണ് വിഷാംശം കളയാൻ ഏറ്റവും നല്ല സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ വിഷാംശം മാറിക്കഴിയും എന്ത് ചെയ്യും, നമ്മളിത് കഴുകി വൃത്തിയായിട്ട് ഉണക്കിയതിന് ശേഷം അരിഞ്ഞ് കണ്ടെയ്നറിനകത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം അതിൻ്റെ വെള്ളമയം ഇല്ലാതെ വേണം അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് ഈ സാധനങ്ങൾ നന്നായിട്ട് നമുക്ക് സൂക്ഷിച്ച് പിന്നെ ആവശ്യത്തിനെടുത്ത് കുക്ക് ചെയ്യാൻ പറ്റും. സമയമില്ലാത്തവർക്കൊക്കെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.